Hello, welcome to all. It's me, Remya. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ ബികോമിലെ 5th സെമസ്റ്ററിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ആയിട്ട് എടുത്ത ആൾക്കാരുടെ പേപ്പറിനെ പറ്റിയിട്ടാണ്. പേപ്പർ നെയിം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. അതിലെ ഫസ്റ്റ് മോഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്സ് ഓഫ് എ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. What are the parts of a new generation computers? The computer system is mainly divided into two: hardware and software. Hardware and software. Hardware ne structural parts ennum software ne parts inde ullila programugal ennum namukku define cheyam. First of all, we are discussing about the hardware devices. Hardware, all structural parts of a computer system is called hardware. That is, all electrical, electronic, magnetic parts of a computer is called hardware. It includes input devices, output devices and CPU. That are the main hardware devices. Okay, let us discuss the parts, various parts of a new generation computers. A typical modern computer consists of following parts. First part is computer case. The main components of a computer are enclosed in a computer case. നമ്മുടെ പാർട്സുകൾ, കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകൾ, CPU മുഴുവനായിട്ടും എൻക്ലോസ് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ കേസിൻ്റെ ഉള്ളിലാണ്. കമ്പ്യൂട്ടർ കേസ് ഒരു സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ എല്ലാ ഡിവൈസസുകളും ഉണ്ടാവും. മദർ ബോർഡ്, അതുപോലെ ഹാർഡ് ഡിസ്ക്, മറ്റെല്ലാ ഡിവൈസസുകളും ഈ കമ്പ്യൂട്ടർ കേസിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അതിൻ്റെ സൈസ് ആൻഡ് ഷേപ്പ് കമ്പ്യൂട്ടർ കേസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മദർ ബോർഡാണ്. മദർ ബോർഡ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് കമ്പ്യൂട്ടർ കേസിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. അതായത് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ കേസ് ഈസ് യൂഷ്വലി ഡിറ്റർമൈൻഡ് ബൈ ദ ഫോം ഓഫ് ഫാക്ടർ ഓഫ് ദ മദർ ബോർഡ്. മദർ ബോർഡ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും കമ്പ്യൂട്ടർ കേസിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ATX ക്യാബിനിലാണ്. നെക്സ്റ്റ് ഡിവൈസസ് ഈസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓർ CPU. It is known as the brain of a computer system. CPU-നെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നാണ് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഈ പാർട്ടാണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നിയർലി ഓൾ PCs contain a type of CPU known as microprocessors. മൈക്രോ പ്രൊസസ്സേഴ്സാണ് ഇന്ന് നമ്മുടെ പ്രൊസസ്സറായിട്ട്, മൈക്രോ പ്രൊസസ്സർ ചിപ്പുകളാണ് ഇന്ന് പ്രൊസസ്സറായിട്ട് മിക്ക CPUസും യൂസ് ചെയ്യുന്നത്. ഈ മൈക്രോ പ്രൊസസ്സർ മദർ ബോർഡിലാണ് നമ്മൾ പ്ലഗ് ചെയ്യുന്നത്. ദ മൈക്രോ പ്രൊസസ്സർ പ്ലഗ്സ് ഇൻ ടു ദ മദർ ബോർഡ് യൂസിങ് മെനി ടൈപ്പ് ഓഫ് സോക്കറ്റ്സ്. പല സോക്കറ്റ് വഴി നമ്മൾ മൈക്രോ പ്രൊസസ്സർ നമ്മുടെ മദർ ബോർഡിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് മെയിൻ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇറ്റ്സ് ആൾസോ നോൺ ആസ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. നെക്സ്റ്റ് പാർട്ട് ഈസ് മദർ ബോർഡ്. മദർ ബോർഡാണ് CPU-ൻ്റെ ഉള്ളിലാണ് മദർ ബോർഡ് എൻക്ലോസ് ചെയ്യുന്നത്. മദർ ബോർഡ് ഈസ് ദ പ്രൈമറി ലാർജ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് വിത്തിൻ എ പേഴ്സണൽ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഡിവൈസസുകളും മദർ ബോർഡിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. എല്ലാ കോമ്പണൻറ്റ് പാർട്സ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനെയുള്ള എല്ലാ പാർട്സുകളും നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്നത് മദർ ബോർഡിലാണ്. മദർ ബോർഡിൽ നമ്മൾ ഒന്നിലധികം CPUs സപ്പോർട്ട് ചെയ്യാറുണ്ട് മദർ ബോർഡ്സ്. പിന്നെ മെയിൻ മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്യുന്നത് നമ്മൾ മദർ ബോർഡിലാണ്. എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും CPU-ൻ്റെ ഉള്ളിലാണ്, അതായത് കമ്പ്യൂട്ടർ കേസിൻ്റെ ഉള്ളിലാണ് മദർ ബോർഡ് കണക്ട് ചെയ്യുന്നത്. അത് പോർട്ടബിൾ കമ്പ്യൂട്ടർ ആയാലും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയാലും നമ്മൾ മദർ ബോർഡിലാണ് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ട് മെയിൻ മെമ്മറി. അനദർ ക്രിട്ടിക്കൽ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് മെമ്മറി. Memory is divided into two:
RAM and ROM. RAM means random access memory. ROM means read-only memory. Computers can read from and write that memory. Without computer memory, every calculation of computer would be stateless. ഇനി നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയെ പറ്റിയിട്ടും CPU-നെ പറ്റിയിട്ടും പറയുന്ന സമയത്ത് അനദർ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്സ് കൂടി ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ബയോസ്. ബയോസ് മീൻസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റംസ്. It is known as the spine of computer system. CPU is the brain of computer system. We can consider BIOS to be the spine of the computer system. Next devices is hard disk. Magnetic disk is also known as hard disk. It is also known as the secondary memory of computer system. ഹാർഡ് ഡിസ്കിൽ ഒരുപാട് മാഗ്നറ്റിക് ഡിസ്കുകൾ ഒരു സിംഗിൾ കാർട്രിഡ്ജിനുള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടാണ് ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ ഡിസ്കിൻ്റെ മുകളിലും അതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് ഹെഡ് ഉണ്ട്. ഓരോ ഡിസ്കുകളും ട്രാക്കുകളും സെക്ടേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രാക്കുകളിലും സെക്ടേഴ്സിലുമാണ് നമ്മൾ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഇനി ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി നമ്മൾ ജിഗാബൈറ്റ്സ്, മെഗാബൈറ്റ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കപ്പാസിറ്റി പറയുന്നത് ഹാർഡ് ഡിസ്കിൻ്റെ. ഇനി ഹാർഡ് ഡിസ്കുകൾ വളരെ വേഗത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആ റീഡ് ആൻഡ് റൈറ്റ് ഹെഡിൻ്റെ സഹായത്തിൽ ഡാറ്റ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ റീഡ് റൈറ്റ് ഹെഡാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഹാർഡ് ഡിസ്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റ് സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഹാർഡ് ഡിസ്കിലാണ്. ഹാർഡ് ഡിസ്കിൽ നിന്നാണ് അത് പ്രൈമറി സ്റ്റോറേജിലേക്ക് വരുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Another part of new generation computer is video card. Video card is also known as graphic card. അതായത് നമുക്ക് വീഡിയോ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഫിലിം ഗ്രാഫിക്സ് ഫീൽ ചെയ്യുള്ളൂ. വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാർഡ് ഉണ്ടാവണം. ഇറ്റ് ഈസ് ആൾവേസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ CPU. CPUൻ്റെ ഉള്ളിലാണ് നമ്മൾ വീഡിയോ കാർഡ് കണക്ട് ചെയ്യാറ്. നമ്മുടെ മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ കാർഡ് യൂസ് ചെയ്യുന്നത്. ഇനി വീഡിയോ കാർഡ് ആദ്യമായിട്ട് നമ്മൾ IBM ആണ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്തത്. ആ സമയങ്ങളിൽ നമുക്ക് വീഡിയോ കാർഡ്സ് ഉണ്ടായിരുന്നില്ല. ആ സമയങ്ങളിൽ കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് ഓൺലി ഡിസ്പ്ലേ അഡോപ്റ്റേഴ്സ് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് ഉണ്ടായിരുന്നില്ല. Another devices is video display unit. വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ് നമുക്ക് ഇമേജുകൾ, ഗ്രാഫിക്സും ഇമേജസും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. മോണിറ്റർ എക്സാമ്പിളാണ്. മോണിറ്റർ കൂടാതെ HDMI-യും യൂസ് ചെയ്യാറുണ്ട് വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റായിട്ട്. ഇന്ന് പല ടൈപ്സ് ഓഫ് മോണിറ്റർ ഉണ്ട്. ഈ പിക്ചറിലുള്ളത് LCD മോണിറ്ററാണ്. ഇതിനു മുന്നേ CRT മോണിറ്ററാണ് യൂസ് ചെയ്തിരുന്നത്. Another devices is card reader. മെമ്മറി കാർഡ്സൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ഡാറ്റകൾ ഇൻ്റർചേഞ്ച് ചെയ്യാൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻ്റർചേഞ്ച് ഓഫ് ഡാറ്റ സച്ച് ആസ് ഫോട്ടോഗ്രാഫ്സ് ഫ്രം ഡിജിറ്റൽ ക്യാമറാസ്. ഡിജിറ്റൽ ക്യാമറാസ് ഈസ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ബൈ ഇൻസ്റ്റലേഷൻ ഓഫ് ദീസ് കാർഡ് റീഡേഴ്സ്. ഇറ്റ് ഈസ് യൂഷ്വലി ഫാസ്റ്റ്, വളരെ ഫാസ്റ്ററാണ്, കൺവീനിയൻ്റ് ആണ്. നമുക്ക് സാധാരണ USB യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോസൊക്കെ ഡിജിറ്റൽ ക്യാമറയിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഇന്ന് കാർഡ് റീഡർ ആകുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ ടെക്നോളജിയാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത് നമ്മൾ. നെക്സ്റ്റ് ഡ്രൈവ് ബേസ്. Drive bay is standard sized area for adding hardware to the computer. നമ്മൾ ഹാർഡ്വെയർ ഡിവൈസസുകൾ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലോപ്പി ഡിസ്കുകൾ, അതുപോലെ CD-കൾ, സിപ്പ് ഡ്രൈവുകൾ, ഹാർഡ് ഡിസ്കുകൾ, ഇതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രൈവുകളെയാണ് ഡ്രൈവ് ബേസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ പിക്ചറിൽ CDD ഉണ്ട്, അതുപോലെ ഫ്ലോപ്പി ഡി ഉണ്ട്, ഡ്രൈവ് ബേസ്. ഇതൊരു പഴയ ടെക്നോളജിയാണ്. ഫ്ലോപ്പി ഡിസ്കൊന്നും നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. CD-കൾ, DVD ഡ്രൈവ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഡ്രൈവ് ബേസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ ഉള്ളിലാണ് ഫിക്സ് ചെയ്യുന്നത് ഡ്രൈവ്സ്.
ഡ്രൈവ് ബേസ് കൂടുതലായിട്ട് ഡിസ്ക് ഡ്രൈവ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ USB പോർട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യമില്ലാണ്ടായി മാറി. നെക്സ്റ്റ് ഈസ് പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഒരുപാട് പോർട്സ് ഉണ്ടായിരിക്കും. എ പേഴ്സണൽ കമ്പ്യൂട്ടർ മേ ഹാവ് സെവറൽ പോർട്സ് ഫോർ കണക്റ്റിംഗ് വേരിയസ് പെരിഫറൽ ഡിവൈസസ്. ഫോർ എക്സാമ്പിൾ കീബോർഡ്, സ്കാനർ, ടച്ച് സ്ക്രീൻ ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഉണ്ടാവുന്നതാണ് പോർട്സുകൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്സുകളുണ്ട്. PS2 പോർട്ടുകൾ, സീരിയൽ പോർട്ടുകൾ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്സുകളുണ്ട്. പേഴ്സണൽ കമ്പ്യൂട്ടറുകളിൽ പല ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകൾ, മോഡം, പ്രിൻ്ററുകൾ, മൗസ്, അങ്ങനെ ഓരോ ഡിവൈസസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പോർട്ടുകൾ. ഓരോ ടൈപ്പ് ഡിവൈസസിനും ഓരോ പോർട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. ആ പിന്നുകൾ അതിന് കറക്റ്റായിരിക്കും. അത് മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പഴയ ടെക്നോളജിയാണിത് കേട്ടോ. ഇപ്പം നമ്മൾ പോർട്സുകൾ യൂസ് ചെയ്യുന്നില്ല, പകരം നമ്മൾ USB പിന്നുകൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മൗസും കീബോർഡിനൊക്കെ USB പിന്നുകളുണ്ട്. ആ പിന്നുകൾ വെച്ചിട്ടാണ് നമ്മൾ CPUവിൽ കണക്ട് ചെയ്യുന്നത്. കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. പോർട്ടുകളാണെങ്കിൽ നമ്മൾ അതിൻ്റെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകൾ കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ USB-യിൽ ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഇല്ലാതെ തന്നെ നമുക്ക് നേരിട്ട് USB പോർട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും ഡിവൈസസുകൾ എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസസ് ഇൻസ്റ്റാൾ ചെയ്യാതെ ഉപയോഗിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ USB പോർട്ടിൽ ആഡ് ഇൻ ചെയ്താൽ മതി എന്നുള്ളതാണ് USB പോർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്സ് ആണ് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് PS2 പോർട്ടാണ്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ IBM back in 1987. This port is connected from the user to the personal computers. It allows for the connection of mouse and keyboard. മൗസും കീബോർഡും, അതായത് ഇതിൽ ഗ്രീൻ കളറ് മൗസ് കണക്ട് ചെയ്യാനും വയലറ്റ് കളറ് കീബോർഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ പോർട്ടിൽ. നമുക്ക് ഈ പോർട്ട് വഴി നമുക്ക് മൗസും കീബോർഡും കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. It enables the computer user to access functions, types in commands and generally communicate any need the user may have machine itself. നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ PS2 പോർട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. IBM ആണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ 2 പ്ലഗുകൾ, അത് വയലറ്റ്, ഇപ്പോൾ വയലറ്റ് കീബോർഡിന് തന്നെയാണെങ്കിൽ അത് മാറ്റി കുത്താൻ പറ്റില്ല. വയലറ്റ് കറക്റ്റ് ആയിരിക്കും അതിൻ്റെ പിന്നുണ്ടാവുക. വയലറ്റ് കളറ് കീബോർഡിനും അതുപോലെ ഗ്രീൻ കളറ് മൗസിനും വേണ്ടിയിട്ടാണിത് യൂസ് ചെയ്യുന്നത്, ഈ PS2 പോർട്ടുകൾ. നെക്സ്റ്റ് ഡിവൈസസ് സീരിയൽ പോർട്ടാണ്. സീരിയൽ പോർട്ടിൻ്റെ പിക്ചറാണിത്. അതിൽ പിന്നും ഉണ്ട്, അതിൻ്റെ ഹോളും, രണ്ടും കണക്ടറും കൊടുത്തിട്ടുണ്ട്, രണ്ടും കൊടുത്തിട്ടുണ്ട്. സീരിയൽ പോർട്ട് സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ഫിസിക്കൽ ഇൻ്റർഫേസ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ ഡാറ്റകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് 1 bit at a ടൈമേ ഇത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. These ports allow for the connection of modem. മോഡൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ട് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോർട്ടാണ് പാരലൽ പോർട്ട്. പാരലൽ പോർട്ട് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ആൾവേസ് യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് പ്രിൻറ്റേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ പോർട്ട് യൂസ് ചെയ്തിട്ട് വൈഡ് വെറൈറ്റി ഓഫ് പ്രിൻറ്റേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ പാരലൽ പോർട്ട് 25 പിൻ കണക്റ്റേഴ്സാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, നമ്മുടെ PC-യിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണിത്. നെക്സ്റ്റ് ഈസ് USB മീൻസ് യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടുകളെ നമ്മൾ USB പോർട്ട് എന്ന് പറയുന്നു. USB പോർട്ടിനെ പ്ലഗ് ആൻഡ് പ്ലേ പോർട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് കോൺഫിഗറേഷൻ ആവശ്യമില്ലാതെ നമുക്ക് ഈ പോർട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്, ഡിവൈസസുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് USB പോർട്ടിൻ്റെ പ്രത്യേകത. മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് വിൽ സപ്പോർട്ട് അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദിസ് പോർട്ട്. നെക്സ്റ്റ് ഈസ് VGA പോർട്ട്. VGA മീൻസ് വിഷ്വൽ ഗ്രാഫിക് അറേ.
അതായത് നമ്മുടെ CPU ആയിട്ട് മോണിറ്റേഴ്സ് ഓർ HDMI കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും വിഷ്വൽ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസുകൾ ഇറ്റ് മേ ബി മോണിറ്റർ ഓർ HDMI മീൻസ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസസ്. ഇതൊക്കെ കണക്ട് ചെയ്യാൻ 2 ഡിവൈസസുകൾ കണക്ട് ചെയ്യാനാണ് ഈ പോർട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ പിക്ചറിൽ പിന്നിൻ്റെ ഇമേജാണ് കാണുന്നത്. ഇത് കണക്ട് ചെയ്യുന്ന ഭാഗത്തിനെയാണ് പോർട്ട് എന്ന് പറയുന്നത്. പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം കാണിച്ച ഭാഗത്ത് ഇതിൻ്റെ പോർട്ടിൻ്റെ പിക്ചർ കാണുന്നുണ്ട്. ഇതിന് 15 ഹോൾസ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഈസ് ഫയർവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആപ്പിൾ കമ്പനിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫയർവെയർ. അതായത് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സ്പീഡ് വളരെ ഹൈ ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഫയർവെയറിൻ്റെ. ദിസ് ഹൈ സ്പീഡ് ഇൻ്റർഫേസ് ഈസ് ഫൗണ്ട് ഓൺ ന്യൂയർ PCs. ഇറ്റ് വർക്ക്സ് വിൽ ഫോർ ഡിജിറ്റൽ വീഡിയോ ആൻഡ് ഓഡിയോ. വീഡിയോസിലും ഓഡിയോസിലും വളരെ വേഗത്തിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ ഹൈ ആണ്. Bandwidth means the amount of data or information on that can be sent over a network connection on a given period of time is called bandwidth. ഇതിൻ്റെ വളരെ ഹൈ ബാൻഡ്വിഡ്ത്ത് ആണ് ഫയർവെയറിനുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് പോർട്ട് ഈസ് ഫ്ലാഷ് കാർഡ് പോർട്ട്. ഇത് ഫ്ലാഷ് കാർഡിൻ്റെ പിക്ചറാണ് ഇവിടെ ഉള്ളത്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടാണ് ഫ്ലാഷ് കാർഡ് പോർട്ട് എന്ന് പറയുന്നത്. ദിസ് പോർട്ട് അലൗസ് യൂസർ ടു റീഡ് ആൻഡ് റൈറ്റ് ഫ്ലാഷ് കാർഡ്സ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വിത്ത് വേരിയസ് പാർട്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ്. അതിൽ ഡിവൈസസ്, കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള ഡിവൈസസുകളെ പറ്റിയിട്ടും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്സിനെ പറ്റിയിട്ടും പറഞ്ഞു. ഓക്കെ, താങ്ക് യു.